ഹായ് കൂട്ടുകാരെ, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ചിലന്തിച്ചെടി എന്ന് വെറൈറ്റി ആയിട്ടുള്ള പേരുള്ളതാ ഈ ചെടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, കൂട്ടുകാരെ, നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടിയാണ് കേട്ടോ ചിലന്തിച്ചെടി. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 200 ഇനം നിത്യഹരിത പുൽച്ചെടികളിൽ പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഓസ്ട്രേലിയ, ഏഷ്യ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നുള്ള സസ്യമാണ് കേട്ടോ നമ്മുടെ ഈ ചെടി. ഈ ചെടിക്ക് കിഴങ്ങ് വർഗ വേരാണ് കേട്ടോ, നല്ല കട്ടിയുള്ള വേരാണ് കേട്ടോ. നമ്മുടെ ഈ ചിലന്തിച്ചെടിയുടെ വേരുകളിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെയാണ് ഇതിൻ്റെ തൈകൾ നമുക്ക് എടുക്കാൻ കഴിയുക കേട്ടോ. ഇത് വളരെ വിശാലമായി അങ്ങ് പൊടിച്ച് കയറുക ചെയ്യുന്നത്. നല്ല രീതിയിൽ തൈ നമുക്ക് ഫലഭൂഷ്ടിയുള്ള നല്ല തൈകൾ നമ്മുടെ ചിലന്തിച്ചെടിയിൽ നിന്നും നമുക്ക് എടുക്കാൻ കഴിയും. നമ്മുടെ ഈ ചിലന്തിച്ചെടിക്ക് ഒരു പൂവുണ്ട് കേട്ടോ. നമുക്ക് പൂവ് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല, വെള്ള പൂവാണ് കേട്ടോ. നമ്മുടെ ഈ ചിലന്തിച്ചെടിക്ക് മറ്റൊരു പേരുണ്ട്, ക്ലോറോഫൈറ്റം എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഇത് കൂടാതെ നമ്മുടെ ഈ ചെടി ഇപ്പോൾ കാട്ടിലും നാട്ടിലും ഒക്കെ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ചിലന്തിച്ചെടി അഥവാ ക്ലോറോഫൈറ്റം. കാട്ടിലാണെങ്കിൽ ഈ ചെടി കൂട്ടം കൂടിയായിരിക്കും കേട്ടോ പൊടിച്ചു നിൽക്കുന്നത്. അതെ, ഞങ്ങൾ പറഞ്ഞല്ലോ ഇതൊരു കിഴങ്ങ് വർഗ വേരാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ കിഴങ്ങ് വർഗ വേരായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ നിൽക്കുന്ന ഏരിയയിൽ, ആ ഒരു ചെടി നിൽക്കുന്ന ഏരിയയിൽ ആ വേര് പോകുന്ന പ്രദേശങ്ങളിലെല്ലാം നമുക്ക് ഈ ചെടി പൊടിച്ച് തൈ കിട്ടുന്നതായിരിക്കും. വീട്ടിലാണെങ്കിൽ ഈ ചെടി തൂക്കുചെടിയായിട്ട് നടാൻ കേട്ടോ ഗൈസ്. തൂക്കുചെടിയായിട്ട് മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് നമ്മുടെ ഗാർഡനിൽ നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ചെടിച്ചട്ടിയിലാക്കി നടാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഇത് നമ്മുടെ ഒരു പൊക്കമുള്ള പ്രദേശത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചെടി നമ്മൾ ഉയർത്തി നിർത്തുന്ന പ്രദേശങ്ങളിലൊക്കെ നല്ല വെയിൽ കിട്ടുന്ന പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആ ഇലയുടെ കളറൊക്കെ നല്ല ഭംഗിയുള്ള രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അതെന്നാൽ നല്ല തിളക്കമുള്ള ഇലകളായിരിക്കും. ചിലന്തിച്ചെടിക്ക് എങ്ങനെ പേര് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? അതെ കൂട്ടുകാരെ, ഇത് നമ്മുടെ തൂക്കുചെടിയായിട്ട് നടുവെന്ന് പറഞ്ഞാലല്ലോ. അപ്പോൾ നമ്മുടെ തൂക്കുചെടിയായിട്ട് നടുകയാണെങ്കിൽ ഇതിൻ്റെ ശിഖരങ്ങൾ നമ്മളിത് പൊടിപ്പായിട്ട് വരുന്നത് വെട്ടി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വള്ളി പോലെ താഴോട്ട് ഇറങ്ങി നമ്മുടെ ചിലന്തിയുടെ വല നെയ്തെടുക്കുന്നത് പോലെ ഇതിൻ്റെ ചെടിയുടെ സൈഡിൽ നിന്നുമൊക്കെ തൈകൾ താഴോട്ട് വീഴും കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്മുടെ ആ ഒരു ഭംഗി കാണാൻ വേറൊരു ലെവലിൽ തന്നെയാണ്. എന്നാലും ആരും അങ്ങനെ നട്ട് കണ്ടിട്ടില്ല. ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ചെടിക്ക് എങ്ങനെയാണ് ചിലന്തിച്ചെടിന്ന് പേര് കിട്ടിയത്? സാധാരണയായി നമ്മൾ വീട്ടിൽ നടുകയാണെങ്കിൽ നമ്മുടെ തറയിൽ നട്ടാലും ഇത് നമുക്കൊരു തണൽ ചെടി പോലെ നടാവുന്ന ഒരു ചെടി കൂടെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അത് ഉയർന്ന് നല്ല പടർന്ന് നിൽക്കുന്നതും ഇതിൻ്റെ ഇലയുടെ ഈ പ്രത്യേകത കാരണം ആ ഏരിയയിൽ ചെറിയൊരു തണൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് തണൽ കിട്ടുമെന്ന് പറഞ്ഞാലും ഭംഗി കൂടുതൽ എങ്ങനെ ആയാലും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് കുറ്റിച്ചെടിയായിട്ട് നിർത്തുന്നതായിരിക്കും വളരെ ഭംഗി കേട്ടോ. ഈ ഇലയുടെ ആ ഒരു പ്രത്യേകത നമ്മൾ കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഇതാ നേർത്ത ഇലകൾ ആ രണ്ട് കളറും ആ ഇളം കളറിൽ തന്നെ നമുക്കിത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിലന്തിച്ചെടി, അതായത് വെറൈറ്റി പേരുള്ള ഒരു ചെടിയല്ലേ ചിലന്തിച്ചെടി. അപ്പോൾ ഈ ചെടി ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.